മലയാളിയുടെ ആത്മാഭിമാനത്തിലല്ലേ നമ്മൾ തെരഞ്ഞെടുത്തൊരു മുഖ്യമന്ത്രിയല്ലേ പിണറായി വിജയൻ. നിങ്ങൾക്ക് രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാകാം, പക്ഷെ മലയാളിയുടെ ആത്മാഭിമാനത്തിന്റെ മുകളിലല്ലേ അയാൾ ട്രപ്പീസ് കളിച്ചത്. അതും ഹൈദരാബാദിൽ നിന്ന് വന്നിട്ട്. മൂപ്പർക്ക് എന്താ കേരളത്തിന്റെ മതനിരപേക്ഷതയായിട്ട് എന്താ ബന്ധമുള്ളത്? ABVPയുടെ നേതാവ് മുരളീധരന്റെ കൂടെ മുരളീധരന്റെ കൂടെ നേതാവായ അയാൾ ഇപ്പോഴും RSS ആണെന്ന് പറയുന്നതിൽ മേനി നടിക്കുന്ന ആള് അയാളാണോ കേരളത്തിൽ വന്ന് മലയാളിക്ക് സർവദേശം പകരേണ്ടത്? മലയാളിയുടെ സാഹോദര്യത്തെ നിർണ്ണയിക്കാൻ വേണ്ടി ഈ രേവന്ത് റെഡ്ഡിക്ക് ആരാ അധികാരം നൽകിയത്? അതുകൊണ്ട് ഓരോ മലയാളിയുടെയും ആത്മാഭിമാനത്തിന് മേലുള്ള ഒരു കടന്നാക്രമണമാണ് രേവന്ത് റെഡ്ഡി നടത്തിയത്. അതിന് തിരിച്ചടി കൊടുക്കും. കോൺഗ്രസുകാർ നൽകിയ ആ തിരക്കഥ സ്ക്രിപ്റ്റ് കോൺഗ്രസിന് തന്നെ വിനിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മണരൂരിൽ TN പ്രതാപന് നേരെ ഇപ്പോൾ ഒരു കയ്യേറ്റം ഉണ്ടായിരിക്കുകയാണ് BJP പ്രവർത്തകരുടെ. അറിയില്ല, അത് ഞാനിപ്പോൾ അത് അറിഞ്ഞിട്ടില്ല. നമ്മൾ ജനവധി എന്താണ് പോറ്റിയെ കയറ്റി പ്രചരണത്തിനുണ്ടാകണം. എന്താ കാരണം എന്ന് വെച്ചാൽ അതാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. എന്താ കാരണം വെച്ചാൽ ഈ പോറ്റി ശബരിമല കയറിയ കാലം KC വേണുഗോപാൽ മന്ത്രിയായിരുന്ന കാലമാണ്. പോറ്റി എവിടെയെങ്കിലും ഒരു സുരക്ഷിതമായ സ്ഥലത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹപ്രവർത്തകയായ സോണിയാഗാന്ധിയുടെ ഏറ്റവും സുരക്ഷയുള്ള വീട്ടിലാണ്. ആ വീട്ടിൽ കയറി ബ്രേസ്ലെറ്റ് കെട്ടി, ആ ബ്രേസ്ലെറ്റ് സ്വർണത്തിനാണോ നൂലിനാണോ എന്നൊന്നും സോണിയാഗാന്ധി പറഞ്ഞിട്ടില്ല. ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടാണ് സോണിയാഗാന്ധി എന്തിനാണ് ഈ പോറ്റിയും ഗോവർദ്ധനും ഭണ്ഡാരിയും തൻ്റെ വീട്ടിൽ കയറിയെന്ന് പറഞ്ഞിട്ടില്ലല്ലോ? നിങ്ങളാരും ചോദിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ പത്രക്കാർക്ക് അവിടെ പോയി ചോദിക്കാൻ പറ്റാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രതികൾക്ക്, ഡൽഹിയിലുള്ള പ്രതികൾക്ക് അങ്ങനെ ഒരു ചോദ്യം AICCയുടെ വക്താവിനോട് ചോദിക്കാൻ പറ്റാതിരിക്കുന്നത്? എന്താ കാരണം? സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ പോറ്റിയും ഈ കുറ്റവാളികൾ കയറാനുള്ള കാരണം എന്തായിരുന്നു? അതിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? അത് ന്യായമായ ഒരു ചോദ്യമല്ലേ? MA ബേബി വളരെ കൃത്യമായി പറഞ്ഞത് എന്താണ്? അതായത് ഈ കൊള്ളയിൽ സോണിയാഗാന്ധിക്ക് പങ്കില്ല എന്നുള്ളതാണ്. പക്ഷെ ദുരൂഹതയുണ്ടെന്നുള്ള കാര്യം MA ബേബി കൃത്യമായി പറഞ്ഞു. എന്തിനാണ് കയറിയത്? അപ്പോൾ ഇവർക്ക് സോണിയാഗാന്ധിയുടെ അല്ലെങ്കിൽ പോലും സോണിയാഗാന്ധിയുടെ അനുചരന്മാരുടെ വിശ്വസ്തരുടെ പരിരക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സഖാവ് MA ബേബി കൃത്യമായിട്ട് പ്രതിപാദിച്ചത്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന രാജ്യസഭയിൽ ഞാൻ അവരുടെ സഹപ്രവർത്തകനാണ്. എനിക്ക് അവരുടെ വീട്ടിൽ കയറാൻ പറ്റുമോ? എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല. എനിക്ക് പെർമിഷൻ ഇല്ലാതെ അവിടെ കയറാൻ പറ്റില്ല. അത് ഞാനത് വീട്ടിൽ കയറി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നൂല് കെട്ടാൻ പറ്റുമോ? അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് കെട്ടാം. നൂലാണോ സ്വർണ്ണമാണോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട സ്വർണ്ണത്തിൻ്റെ ഒരു പോർഷനാണ് ഇവർ ബ്രേസ്ലെറ്റ് ആക്കിയിട്ട് അവരുടെ കൈ കെട്ടിയെന്ന് പോലും എനിക്കറിയില്ല. സാധാരണഗതിയിൽ ഏത് അന്വേഷണ ഏജൻസി അങ്ങോട്ട് പോകേണ്ടതാണ്, പോകുന്ന ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ SIT എന്തുകൊണ്ടാണ് പോകാത്തത്? അല്ല, പോകുമായിരിക്കും. അവരവരുടേതായ സമയം. SIT കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ അന്വേഷിക്കുന്നത്. ഓരോ ചുവടുവെപ്പുകളും അവർ നടത്തുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. ഒരുപക്ഷെ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇലക്ഷന്റെ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടത് കോൺഗ്രസ്സുകാർക്ക്. അതായത് യുവതീ പ്രവേശനത്തിൽ ഒരു നിലപാട് മാറ്റിയത് 4 വോട്ടിന് വേണ്ടിയിട്ടാണോ? ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഓരോ പാർട്ടികളുടെ നിലപാടെന്തായിരുന്നു? എന്തായിരുന്നു RSSന്റെ നിലപാട്? എന്തായിരുന്നു BJPയുടെ നിലപാട്? എന്തായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്? എന്തായിരുന്നു കോൺഗ്രസ് നിലപാട്? ആ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വന്ന സമയത്ത് എന്തായിരുന്നു കോൺഗ്രസ് വക്താക്കൾ ഡൽഹിയിൽ പറഞ്ഞത്? എന്തായിരുന്നു പറഞ്ഞത്? ഇവരത് സുവർണാവസരം ഉണ്ടാക്കി കേരളത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയല്ലേ ചെയ്തത്, അല്ലേ? അപ്പോൾ അവര് നിന്ന നിപ്പിന് തലയും കുത്തി പറഞ്ഞു ഇല്ലേ? അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ചോദിക്കാനില്ലേ? ഒന്ന് ചോദിച്ചു നോക്ക് ഇടയ്ക്ക്. ശരി, ഓക്കെ.